കരുണയുടെ അവസാന മണിക്കൂർ. സാത്താൻ ആഗ്രഹിച്ചത് ദൈവത്തെ പോലെയാകാനും സ്വയം ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാനുമാണ്. എന്നാൽ ആർക്കും എൻ്റെ പിതാവിൻ്റെ സ്ഥാനം കവർന്നെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതാ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹത്തിലേക്ക്, എൻ്റെ സ്നേഹത്തിലേക്ക്, യഥാർത്ഥ സ്നേഹത്തിലേക്ക് വിളിക്കുകയാണ്. അത് നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റാനായി ശത്രു പ്രചരിപ്പിക്കുന്ന വ്യാജം പോലെയല്ല. എൻ്റെ സ്നേഹം കുരിശിനാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. വേദന തന്നെ യാകുന്ന കുരിശ് ബലിയിൽ സ്നേഹമായി മാറുമ്പോൾ ജീവൻ നൽകുകയും ചെയ്യും. ഇത് ബുദ്ധിമുട്ടേറിയ ഒരു കാലമാണെന്ന് എനിക്കറിയാം. ലോകം ദുഷ്ടനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വിമോചനത്തിന് സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു. മനുഷ്യർ പാപത്തിൽ തുടരുകയും സാത്താൻ്റെ അടിമത്തത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ പിന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തെ അനുഗമിക്കുന്നത് വേദനാകരവും സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതും ആണെന്നും, എന്നാൽ തന്നെ അനുഗമിക്കുന്നവർക്ക് താൻ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും ജനങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അവരെ വഞ്ചിക്കാനും പിശാചിന് സാധിച്ചിരുന്നു. എളിമ എന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യം. എളിമ എൻ്റെ മക്കൾക്കില്ലാത്ത ഒരു പുണ്യമാണ്. എളിമ എന്ന വേദനയോടെ ഞാൻ കാണുന്നു. അവർ ആദ്യമേ തങ്ങളെ തന്നെ തിരുത്താൻ ശ്രമിക്കാതെ തങ്ങളുടെ സഹോദരങ്ങളുടെ കുറവുകളിലേക്ക് എപ്പോഴും ശ്രദ്ധ വയ്ക്കുന്നു. എൻ്റെ ജനങ്ങളിൽ അനേകരുടെ അഹങ്കാരം അത്രയധികമായതിനാൽ അവർ മാറാൻ തയ്യാറാകുന്നില്ല. തങ്ങൾക്കെല്ലാം അറിയാമെന്ന് ആരും വിശ്വസിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യന് ദൈവപുത്രനാകാനുള്ള അവകാശം ദൈവം നൽകുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ പരോപകാര പ്രവൃത്തികൾ ചെയ്യണമെന്നും എങ്ങനെ ക്ഷമിക്കണമെന്നും ജ്ഞാനം നേടേണ്ടത് എങ്ങനെയെന്നും എളിമയുള്ളവൻ അറിയുന്നു. പുസ്തകങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അനുഭവജ്ഞാനത്തിന് നൽകാൻ കഴിയാത്ത എളിമ മനുഷ്യന് നൽകുന്നു. ഐക്യത്തിൽ ജീവിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം സ്വയം എളിമപ്പെടുത്തുക എന്നതാണ്. എന്തെന്നാൽ എളിമയുള്ളവൻ തെറ്റുകൾ അംഗീകരിക്കുകയും തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ വിനീതരെ പനിനീർ പുഷ്പങ്ങളുടെ കിരീടമണിയിക്കും. എന്തെന്നാൽ അവർ എന്നോടൊപ്പം ആണ് നിൽക്കുന്നത്. അവരാകുന്നു സ്തംഭങ്ങൾക്ക് മുകളിലൂടെയും നാം ശത്രുവിൻ്റെ തലയിൽ തകർക്കാൻ പോകുന്നത്. ഓർക്കുക, അഹങ്കാരം ആർക്കും ഒരു ചീത്ത കൂട്ടുകാരനാണ്. മനുഷ്യൻ ആന്തരികമായി ബലഹീനനാണ്. അഹങ്കാരത്താൽ കീഴടക്കപ്പെടാൻ മാത്രം ബലഹീനൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ അഹങ്കാരം നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. എൻ്റെ ചില മക്കൾ സ്വർഗത്തിൻ്റെ ക്ഷണത്തെ നിഷേധിക്കുന്നു. നിങ്ങൾ മുന്നറിയിപ്പിനെയും ശിക്ഷയെയും അന്ധകാരം മനുഷ്യകുലത്തെ ആവരണം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെയും നിഷേധിക്കുന്നു. ഈ മക്കൾ ആത്മീയമായ അന്ധരാണ്. എൻ്റെ കുഞ്ഞു മക്കളെ, പിശാച് നിങ്ങളുടെ ഹൃദയങ്ങളെ വിഷലിപ്തമാക്കുകയാണ്. എല്ലാ കെണികളും പിശാചിൻ്റെതല്ല. മക്കളെ, ഇവ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ മനുഷ്യൻ തന്നെ ഒരുക്കുന്ന കെണികളാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി. പാപം വഴി പിശാച് സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണുക. അവൻ നശിപ്പിക്കുകയും തന്മൂലം തകർക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുകയും ശൂന്യതയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. നരകത്തിലെ ആത്മാക്കളുടെ ഏറ്റവും വലിയ പീഡ ഇല്ലായ്മയാണ്. അവരുടെ ദുരന്തമെന്നത് അവർ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെയും മറ്റെല്ലാറ്റിൻ്റെയും അഭാവമാണ്. അവർക്കൊന്നുമില്ല, അഥവാ അവർക്ക് എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവമില്ല. അവർ എൻ്റെ സഹനത്തെ കണക്കിലെടുക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല. എൻ്റെ സഹനത്തെ അവർ കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പാപം മൂലം അവരുടെ വിവേകവും ശരിയായ ജ്ഞാനവും നഷ്ടപ്പെട്ടു പോയി. അവരെ പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആരും വരുന്നില്ല. ഇന്നത്തെ ഈ തലമുറയിൽ നന്മ വളരെ കുറവാണ്. ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന 4 പാപത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബോർഷൻ പോലെയുള്ള മനഃപൂർവമായ കൊലപാതകം, പ്രകൃതിവിരുദ്ധമായ അശുദ്ധപാപം, അനാഥരെയും ദരിദ്രരെയും പീഡിപ്പിക്കുന്നത്, വേലക്കാരുടെ കൂലി അന്യായമായി പിടിച്ചു വയ്ക്കുന്നത്. മനുഷ്യൻ പാപത്തിലാണ് ജീവിക്കുന്നത്. അവൻ്റെ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടാനായി അവന് അനുരഞ്ജന കുദാശ ആവശ്യമാണ്. അനുദപിക്കുക, കുമ്പസാരിക്കുക, വിശുദ്ധിയിലായിരിക്കുക. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും സമയം വരുമ്പോൾ അത് തീർച്ചയായും വരിക തന്നെ ചെയ്യും. തൻ്റെ ആത്മാക്കളെ വീണ്ടെടുക്കുന്ന ആ സമയത്ത് ജാഗരൂകരായിരിക്കുക. അതെ, നിങ്ങളുടെ സഹനങ്ങളിലൂടെ, നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ ഗുരുവായ എന്നോട് അനുരൂപപ്പെടുക. ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തെന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കുരിശിൻ്റെ
ചെറിയൊരു പങ്ക് സമ്മാനമായി കിട്ടേണ്ടിയിരിക്കുന്നു. ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. മനുഷ്യർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ അവർ നിങ്ങളെയും പീഡിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പീഡകളുടെ വലയിൽ അകപ്പെടാൻ ഇടയായാൽ നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ എങ്ങനെ പിലാത്തോസിന് മുമ്പിൽ നിന്നുവോ അപ്രകാരം സൗമ്യമായും ശാന്തമായും വർത്തിക്കുക. ഇപ്പോൾ ഭൂമി ദുഷ്ടാരോപികളുടെ നിയന്ത്രണത്തിലാണ്. അവർ മനുഷ്യരെ കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അധാർമികവും വിനാശകരവുമായ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ആദ്യമേ ക്രൈസ്തവ സഭയും സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ക്രിസ്ത്യാനികൾ തിരസ്കരിക്കപ്പെടുകയും വേട്ടയാടുകയും ക്രൂരമരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു. അവരുടെ പീഡനവും മരണവും ജനക്കൂട്ടത്തെ ആഹ്ലാദിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തു. ഈ കാലങ്ങളിലും പീഡനവും അന്യായമായ ശിക്ഷാവിധികളും കലാപങ്ങളും അനീതിയും അവഹേളനവും ഉണ്ടാകും. യുദ്ധപിശാചുകൾ കരുണ എന്താണെന്നറിയില്ല. അവർ പ്രതികാരം ചെയ്യുന്നു. അടിക്ക് പകരം തിരിച്ചടി കൊടുക്കുന്നു. നാശത്തിന് പകരം നാശം വിധിക്കുന്നു. അവരോടൊപ്പം വലിച്ചൊഴിക്കപ്പെടാൻ സ്വയം വിട്ടുകൊടുക്കുന്നവർക്കാകട്ടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെയും പോകുന്നു. സ്വയം പ്രതിരോധത്തെ ന്യായീകരിക്കും. അത് ചെയ്യുന്നവൻ കുറ്റക്കാരനല്ല. എന്തെന്നാൽ സ്വയം പ്രതിരോധത്തെ ന്യായീകരിക്കാം. അത് ചെയ്യുന്നവൻ കുറ്റക്കാരനല്ല. എന്നാൽ അവർ അത് ചെയ്യുന്ന കോപം കൊണ്ട് ചൊലിച്ചിട്ടാകരുത്. പിന്നെയോ നീതിയുടെയും കരുണയുടെയും ആയിരിക്കണം. കോപം സാത്താൻ്റെ ഒരു ആയുധമാണല്ലോ. കുഞ്ഞുമക്കളെ, പ്രലോഭനത്തിൻ്റെ അരൂപി എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. എന്തെന്നാൽ എൻ്റെ ശത്രു നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിക്കാനായി നിങ്ങൾ പ്രലോഭനത്തിൽ വീഴുന്നത് കാത്തിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ പ്രലോഭനം ജഡത്തിൻ്റെ പ്രലോഭനമാണ്. എൻ്റെ ശത്രുവിനെ നിങ്ങളുടെ ബലഹീനതകൾ നന്നായി അറിയാം. അവൻ നിങ്ങൾ കാമാസക്തി കൊണ്ട് പ്രലോഭിക്കുകയും അതുവഴി പരസംഗത്തിലേക്കും വ്യഭിചാരത്തിലേക്കും ലൈംഗിക അശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. എന്തെന്നാൽ വിഷയാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും സ്വർഗഭോഗത്തിൻ്റെയും വേശ്യാവൃത്തിയുടെയും ലൈംഗിക ശുദ്ധിയുടെയും അരൂപിയും മുമ്പിൽ തുറന്നുവിട്ടിരിക്കുകയാണ്. അവ പരമാവധി ആത്മാക്കളെ നാശത്തിലേക്ക് വീഴിക്കാനായി ശ്രമിക്കുന്നു. എൻ്റെ പ്രതിയോഗി പുരുഷനെയും സ്ത്രീയെയും ചെറുപ്പക്കാരനെയും തകർക്കാൻ, അതിലുപരി വിവാഹമെന്ന എൻ്റെ കൂദാശ തകർക്കാൻ ആ ദുഷ്ടാരൂപികൾ ഉപയോഗിക്കുന്നു. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും എൻ്റെ അനുഗ്രഹത്തോടെ വിവാഹത്തോടിപ്പിക്കുന്ന ഈ വിശുദ്ധ കൂദാശ നിർത്തലാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ കൂട്ടായ്മയാണ് അത്. എൻ്റെ ആശീർവാദത്തോടെ വിവാഹം കഴിക്കാതിരിക്കാനായി അവൻ സ്ത്രീകളുടെയും പുരുഷന്മാരെയും പ്രലോഭിപ്പിക്കുന്നു. അവൻ ചെറുപ്പക്കാരെ പരസംഗം കൊണ്ട് അശുദ്ധ പാപങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു. ഞാൻ ആശീർവദിച്ച വിവാഹങ്ങൾ കൊണ്ട് സ്ഥാപിതമായ അനേക കുടുംബങ്ങളെ വ്യഭിചാരം കൊണ്ട് നശിപ്പിക്കാനായി അവൻ ഇവിടെ കടന്നുകൂടുന്നു. ലൈംഗിക അശുദ്ധിയുടെ അരൂപിയിലൂടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും തകർക്കാനാണ് ഈ ശത്രു ശ്രമിക്കുന്നത്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കുക. ശാസ്ത്രം ദൈവമുണ്ട് എന്ന സത്യത്തെ മറന്നുപോയിരിക്കുന്നു. പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നവയെ ശാസ്ത്രത്തിന് കാണാൻ സാധിക്കുകയില്ല എന്നതും മറന്നുപോയിരിക്കുന്നു. എൻ്റെ മക്കളെ, എല്ലാവർക്കും ഗണിതവും വ്യാകരണവും സാഹിത്യവും ശാസ്ത്രവും ഒക്കെ അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥമായ സ്നേഹവും അനുസരണവും അഭ്യസിക്കുക. എന്നാൽ നിങ്ങൾ ഇനിയും എൻ്റെ വഴികൾ അഭ്യസിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ ദിവ്യവചസ്സുകൾ അവഗണിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഓരോ ആഹ്വാനത്തിലൂടെയും നൽകപ്പെടുന്ന മുന്നറിയിപ്പ് അവഗണിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ബോധമണ്ഡലത്തുമാകെ അബോധം കീഴടക്കിയിരിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ എളിമ എൻ്റെ എളിമ പോലെയാകും. നിങ്ങളുടെ ക്ഷമ എൻ്റെ ക്ഷമ പോലെയാകും. നിങ്ങളുടെ സഹനശീലം എൻ്റെ സഹനശീലം പോലെയും നിങ്ങളുടെ പരസ്നേഹം എൻ്റെ പരസ്നേഹം പോലെയുമായിരിക്കണം. എൻ്റെ ജനം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് എനിക്കേൽപ്പിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല. എന്തെന്നാൽ എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ അവരോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അത് സ്വീകരിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവരത് കേൾക്കുന്നുമില്ല. ആ മനുഷ്യനെ വലിയ അന്ധകാരത്തെ തിളച്ചിടുന്നു. അത് അവനെ അവൻ ചിന്താഗതികൾ ബന്ധിച്ചിരിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ പിശാചിനെ കാണാത്തതല്ല പ്രശ്നം. ആമേൻ. ഞാൻ പറയുന്നു, പിശാച് എവിടെയാണെന്നുള്ളതാണ് നമുക്കറിയാം. എന്നിട്ടും നിങ്ങൾ വീണുപോവുകയും അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ തലമുറകൾ തങ്ങളോട് തന്നെ കാപട്യം കാണിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അനുതാപമില്ലാതെ, മനസ്സാക്ഷി കുത്തുകൂടാതെ, ഞാൻ പറഞ്ഞ വഴിയിൽ കൂടി പോകാതെ അവർ തങ്ങളുടെ സഹോദരന്മാരെ നിർദ്ധയം ദ്രോഹിക്കുകയും അതിഭീകരമായി അനുവദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ ദിവ്യകാരണത്തിനായി സ്വീകരിക്കേണ്ടിരുന്നു. തങ്ങളുടെ തന്നെ ശിക്ഷാവധി മറന്നു പോകുന്ന ദുരിതം. വെളിപാടിൻ്റെ വർഷം, നിർണയത്തിൻ്റെ വർഷം. കഴിഞ്ഞ 3 വർഷങ്ങൾ
ഓരോ ഒരുക്കത്തിൻ്റെ വർഷങ്ങളായിരുന്നു. നന്മയ്ക്കോ തിന്മയ്ക്കോ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വർഷമായിരിക്കും. പ്രളയങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും പ്രകൃതം തന്നെ മാറും. പഴയ രോഗങ്ങൾക്കൊപ്പം പുതിയ രോഗങ്ങളും വ്യാപിക്കുന്നു. എൻ്റെ ജനമേ, ഭൂകമ്പങ്ങൾ നിലയ്ക്കാതെ തുടരുന്നത് നിങ്ങൾ കാണുന്നു. തീർച്ചയായും അവ കൂടുതൽ ശക്തമാകാൻ പോവുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ എല്ലാ പിശാചുകളുടെയും ഭൂമിയിലാണുള്ളത്. പാപത്തിന് വീഴുന്ന മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി നരകത്തിൽ എത്രയധികം സ്ഥലമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, പാപങ്ങൾ, വിശിഷ്യ മാരക പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. അവ ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. സമയം കടന്നു പോകുന്നതിന് മുൻപേ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യുക. സുവിശേഷത്തെ അനുഗമിക്കണമെന്ന് എപ്പോഴും ഓർമ്മിക്കുക. എൻ്റെ വാക്കുകൾ ശക്തിപ്പെടുക. നിങ്ങളുടെ ബലഹീനതയുടെ നിമിഷങ്ങളെ മുതലെടുത്തുകൊണ്ട് അഗ്നിജ്വാല കരിയുന്ന അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ദുഷ്ടൻ അനുവദിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങളെല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ഈ സന്ദേശങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ മാത്രം ചെയ്യണമെന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ അവസരത്തിലും, നിങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യത്തിലും എൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവയെല്ലാം സംഭവിക്കുന്നത് മുൻപ് തന്നെ ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു. സാമ്പത്തിക വ്യവസ്ഥ ക്രമേണ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര പതിപ്പിക്കുന്നിടത്തെങ്കിലും നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. എങ്കിലും ആ സമയത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. എഴുതപ്പെട്ടതെല്ലാം നിറവേറുക തന്നെ ചെയ്യും. ഭൂമി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും എങ്ങനെ ദൃശ്യമാകും. അനേകർ പലായനം ചെയ്യുമെങ്കിലും എന്നോട് വിശ്വസ്തരായിരിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല. ഇപ്പോൾ ലോകത്തിലെങ്ങും നോക്കുക, എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഭൂകമ്പവും സംഭവിക്കുന്നു എന്നൊരു സത്യമാണ്. നിങ്ങൾക്ക് അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? മുന്നറിയിപ്പ് ദിവസവും മണിക്കൂറും എൻ്റെ പിതാവ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അവിടത്തേക്ക് മാത്രം അറിയാം. അതുകൊണ്ട് മാസമോ തീയതിയോ പ്രവചിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഈ മഹാപീഡനത്തിൻ്റെ കാലത്ത് ഉപവാസവും പരിഹാര പ്രവൃത്തികളും സമർപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൈവസ്നേഹമാണെന്ന് ഓർക്കുക. അതേസമയം ദൈവനീതിമാനാണെന്ന് മറക്കാതിരിക്കുകയും ചെയ്യുക. തിന്മ ഉണ്ട്, വഞ്ചനയുണ്ട്, പാപമുണ്ട്, സാത്താന് അസ്തിത്വമുണ്ട്, സ്വർഗവുമുണ്ട്, അതോടൊപ്പം നരകവുമുണ്ടെന്ന് മറക്കാതിരിക്കുക. എല്ലാ പിശാചുകളും ഇപ്പോൾ ഭൂമിയിലാണുള്ളത്. അഗ്നിയാലും ജലത്താലുമുള്ള ശുദ്ധീകരണത്തിലൂടെയാണ് ഈ തിന്മയെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക. സഭയുടെ വിജയം. എൻ്റെ പ്രിയ മക്കളെ, ഈ കഠിനമായ നിരാശയുടെയും ദൈവനീതി പ്രത്യക്ഷപ്പെടുന്നതിൻ്റെയും മണിക്കൂറുകളിൽ ആശ്വസിക്കുക. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ള ഈ മഹാശിക്ഷ ഏറെ നേരം നീണ്ടു നിൽക്കുകയില്ല. എന്നാൽ അനേകർ ഭയം കൊണ്ട് മരിച്ചു വീഴത്തക്ക വിധം അത് അത്രമേൽ ഭയാനകമായിരിക്കും. ഈ മഹാശിക്ഷയ്ക്ക് ശേഷം സഭയുടെ വിജയം സംഭവിക്കും. ഈ മഹാശിക്ഷ എൻ്റെ നീതിയുടെ ശിക്ഷയാണ്. അതുകൊണ്ട് 3 പകലും 2 രാത്രിയും പിടിച്ചു നിൽക്കുക. അടുത്ത രാത്രിയിൽ ഭീകരത ശ്രമിക്കും. ഈ ദീർഘമായ അന്ധകാരത്തിൻ്റെ ഭയാനകതയ്ക്ക് ശേഷം സൂര്യൻ തൻ്റെ മുഴുവൻ പ്രഭയോടും ഊഷ്മളതയോടും കൂടി പ്രകാശിക്കും. മഹാശിക്ഷ എന്നത് ഒരു മഹാവിനാശമായിരിക്കും. അതുവഴി നിങ്ങൾ ദൈവമായി ഞാൻ എല്ലാം ശുദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കും. എൻ്റെ ജനം അവിശ്വാസം മുങ്ങിത്താഴ്ന്നതായി ഞാൻ കാണുന്നു. എൻ്റെ പരിശുദ്ധാലയത്തിനെതിരെ നടത്തപ്പെടുന്ന പോരാട്ടമാണ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഓരോ ദിവസവും കഴിയുന്തോറും മതം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അത് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലായിടത്തും തന്നെ ഉപേക്ഷിക്കപ്പെടും. എങ്കിലും അത് ചുരുക്കം ചിലരിലൂടെ ആത്മാവിൽ അവശേഷിക്കും. അവരാകട്ടെ ക്രൂരമായി ദ്വേഷിക്കപ്പെടുകയും നിർദാക്ഷിണ്യം പീഡിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യും. റോമിൻ്റെ മേലുള്ള ദൈവിക സംരക്ഷണം. ഭൂകമ്പം റോമിനെ ബാധിക്കില്ല. എന്നാൽ റോം അവിടെ ചെയ്യപ്പെട്ട അനേകം തിന്മകൾക്കും അവൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് പരിഹാരമായി സംഭവിക്കുന്ന ക്രിസ്ത്യാനികളുടെ സാക്ഷിത്വവും പീഡനവും കൊണ്ട് ഞെരുക്കപ്പെടുകയും പ്രകമ്പനം കൊള്ളുകയും ചെയ്യും. തൊട്ടു മുമ്പ് ഞാൻ സൂചിപ്പിച്ച വലിയ മഹാഭൂകമ്പം ഇതാണ്. വരാനിരിക്കുന്ന അതിഭീകരമായ ക്രൈസ്തവ പീഡനം സത്യമായും അനേകരുടെ ജീവിതങ്ങളെ പിടിച്ചുലയ്ക്കും. പിശാചിന് മേൽ വിജയം. കാണുവിൻ, സകലർക്ക് വേണ്ടി രക്ഷ കൊണ്ടുവരുന്നവൻ ഞാൻ തന്നെ. എൻ്റെ കരങ്ങൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ പിശാച് എന്നിൽ വിശ്വസിക്കുന്ന മക്കളെ, സത്യത്തിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കാനും തടവുകാരനാക്കാനും വേണ്ടി ആക്രമിക്കുന്നു. എൻ്റെ രക്ഷാകര പദ്ധതിയെ തടയാനും തടസ്സപ്പെടുത്താനും എന്നെ സ്നേഹിക്കുന്നവരെ വധിക്കാനും അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവൻ ശക്തനും എല്ലാറ്റിനെയും മറികടന്ന് വിജയിക്കുന്നവനുമാണെന്ന് തോന്നുന്നെങ്കിലും എല്ലായ്പ്പോഴും അവനെ പരാജയപ്പെടുത്തി വിജയ ശ്രീലാളിതനാക്കുന്നത് ഞാനാണ്. ദാവീദ് എൻ്റെ ക്രൈസ്തവരുടെ പ്രതീകമാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പ്രതീകം. ഗോലിയാത്ത് ശക്തനായ പിശാചിൻ്റെയും അവൻ്റെ ദുഷ്ടസൈന്യത്തിൻ്റെയും പ്രതീകമത്രേ. ഇന്ന് ഗോലിയാത്ത് ഈ ലോകത്തിൽ ഇത്രയധികം ശക്തിയും സ്വാധീനവും സംഭരിച്ചതും കൂടുതൽ ഭീഷണമായ തരത്തിൽ തൻ്റെ ആയുധങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാണുക. എൻ്റെ മക്കളെ, ഞാൻ ലോകത്തിൻ്റെ തെരുവുകളിലൂടെയും നടക്കുന്നു. ഞാൻ അവ കാണുന്നു. ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അവയ്ക്ക് വേണ്ടി വിലപിക്കുന്നു. ഞാൻ അവരെ വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരും എനിക്ക് ചെവി തരുന്നില്ല. ഞാൻ അവരുടെ നേർക്ക് കരങ്ങൾ നീട്ടുന്നു. എന്നാൽ ഞങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ അവർ കണികമ്പയുകയില്ല. അവർ തങ്ങളുടെ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടുന്നില്ല.
അതിന് പകരം അവർ തങ്ങളുടെ മുഖം ഞങ്ങളിൽ നിന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. അമൂല്യമായ പ്രതിഫലം. ഞാൻ എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണെന്നും എല്ലാം അവൻ്റെ അധികാരത്തിന് കീഴെ വിട്ടുകൊടുത്തുവെന്നും എന്നിട്ടും അവൻ ഞാനൊഴികെ മറ്റെല്ലാത്തിനെയും സ്നേഹിക്കുകയും ഞാനല്ലാതെ മറ്റൊന്നിനെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നു. പാപം മൂലം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ പൈതൃകാവകാശം അവന് വേണ്ടി ഞാൻ വില കൊടുത്ത് തിരികെ വാങ്ങി. എന്നാൽ എന്ന് നിലനിൽക്കുന്ന തിന്മയുടെ നിത്യമഹത്വത്തിന് പകരം പിശാചിനെ അനുഗമിക്കാൻ തക്കവിധം അവൻ ഭോഷനും ബുദ്ധിഹീനനുമായി മാറിയിരിക്കുന്നു. എന്നാൽ എൻ്റെ മക്കളെ, നിങ്ങളെ എന്നെ അനുസരിക്കുകയും എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ആഗ്രഹിക്കാതിരിക്കുകയും എന്നെ പ്രതി എല്ലാറ്റിനെയും വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അമൂല്യവും മനോഹരമായ സമ്മാനം നൽകും. ഞാൻ നിങ്ങൾക്ക് തരുന്നത് സ്വർണ്ണമോ വെള്ളിയോ വേണ്ട, പിന്നെയോ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പ്രതിഫലമായി തരുന്നത്. എന്നാൽ നിങ്ങൾ ദരിദ്രരായിരിക്കാനും ദ്വേഷിക്കപ്പെടുവാനും ലജ്ജിക്കുകയും അധ്വാനത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭാരം സഹിക്കുന്നതിൽ അസ്വസ്ഥരാവുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ അനേകർ എന്നെയും എൻ്റെ പ്രവൃത്തികളെ വെറുക്കുകയും എൻ്റെ വാക്കുകളെ ദുഃഖജനകവും ഫലശൂന്യമായി കരുതുകയും ചെയ്തതുകൊണ്ട് സാത്താന പ്രവൃത്തികളെ ആശ്ലേഷിക്കുന്നു. അവർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ മുറുപ്പോടെയും കൈപ്പോടെയുമാണ് ചെയ്യുന്നത്. ആരും എന്നെ ഏറ്റുപറയുകയോ എന്നെ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നില്ല. അതിന് പകരം അവർ അതിയായ ആവേശത്തോടെ ലോകത്തെ സ്നേഹിക്കുന്നു. ലോകത്തിന് വേണ്ടി രാപ്പകൽ വേല ചെയ്യുന്നതിൽ അവർക്ക് മടുപ്പ് തോന്നുന്നേയില്ല. അവർ സദാ ലോകത്തോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നു. അന്ധകാരത്തോട് നീക്കപ്പെടും. സഭ ഒരിക്കൽ കൂടി മഹത്തിലുയർന്നു നിൽക്കും. എല്ലാ ജനതകളും മാനസാന്തരപ്പെട്ടു സഭയിലേക്ക് വരികയും മനുഷ്യകുലത്തിന് സമാധാനത്തിന്റെ കാലഘട്ടം അനുവദിക്കപ്പെടുകയും ചെയ്യുന്നു. അനേകരുടെ ഹൃദയങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാരം അവസാനം തുളച്ചു മാറ്റും. അതിനു പകരം അവിടെ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന സ്നേഹം പ്രത്യക്ഷപ്പെടും. തലമുറകളോളം ദിവ്യകാരുണ്യ മനുഷ്യഹൃദയങ്ങളിൽ ഭരണം നടത്തും. വിധി നടക്കുന്നത് പെടുന്നനെയായിരിക്കും. ആ പ്രക്രിയ പൂർത്തിയാകാൻ ഒരു ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, പിന്നെയോ നിങ്ങളെക്കുറിച്ചുള്ള കരുതലും സ്നേഹവും കൊണ്ടും നിങ്ങളെല്ലാവരെയും ആത്മീയമായും ഭൗതികമായും ഒരുങ്ങിയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഭൂമിക്ക് മേൽ വരാനിരിക്കുന്ന 3 ദിവസത്തെ അന്ധകാരത്തെ ഭയപ്പെടേണ്ട. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരവും എൻ്റെ സന്ദേശമനുസരിച്ചും ആന്തരിക പ്രാർത്ഥനയുടേതായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് അത് സംഭവിക്കുന്ന മുമ്പ് തന്നെ ഒരു ആന്തരിക സ്വരത്താൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകപ്പെടും. ദൈവിക വാഗ്ദാനങ്ങൾ. ഇതാ, അനുദപിക്കുകയും തങ്ങളുടെ വഴികൾ തിരുത്താനുള്ള ദൃഢമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഇവയാണ് എൻ്റെ വാഗ്ദാനങ്ങൾ. അനുദപിക്കുന്ന പാപിയെ ഞാൻ സ്നേഹിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിലും എൻ്റെ വഴിയിലൂടെ ചരിക്കാനായി പാടുപെടുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ യഥാർത്ഥ മക്കൾക്ക് ആവശ്യമായ പ്രശാന്തതയിലേക്ക് എത്തുവാനായി തങ്ങളുടെ അഹംഭാവത്തെ മറികടക്കുന്ന വിശ്വാസികളെ ഞാൻ സ്നേഹിക്കുന്നു. കരുണയുള്ളവരെ, വിനീതരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെപ്പോലെ പ്രവർത്തിക്കുകയും വേല ചെയ്യുകയും ചെയ്യുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. തടസ്സങ്ങളുണ്ടാകുമ്പോൾ യാത്ര അവസാനിപ്പിക്കാതെ തങ്ങളുടെ യാത്ര തുടരുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലായിടത്തും സമാധാനം നിറഞ്ഞ ജ്ഞാനികളെ ഞാൻ സ്നേഹിക്കുന്നു. മറ്റുള്ളവരെ ആശയങ്ങളോ പ്രവൃത്തികളോ കർമ്മങ്ങളോ തങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാനോ അസ്വസ്ഥമാക്കാനോ അവർ അനുവദിക്കുന്നില്ല. എൻ്റെ മക്കളെ, എൻ്റെ വചനത്തെ അതീവ ഗൗരവത്തോടും അറിവോടെയും അധികാരത്തോടെയും നിഷ്പക്ഷമായും ആദരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. അപ്രകാരം എൻ്റെ സ്നേഹത്തിൻ്റെ വചനത്തെയും ശിക്ഷണത്തിൻ്റെ വചനത്തെയും മുഖാമുഖം കണ്ടുമുട്ടുക. ഈ വചനങ്ങളിൽ ഇവയും ഉൾപ്പെടുന്നു. എൻ്റെ മുന്നറിയിപ്പിൻ്റെ വചനം, മനുഷ്യരെ മാനസാന്തരേക്ക് വിളിക്കുന്ന എൻ്റെ വചനം, എൻ്റെ ജനത്തിൻ്റെ ഐക്യത്തിനായുള്ള വചനം, എൻ്റെ മക്കളോടുള്ള സഹോദര സ്നേഹത്തെക്കുറിച്ചുള്ള വചനം, ഇപ്പോഴുള്ളതും എന്നെ കഠിനമായി വേദനിപ്പിക്കുന്നതുമായ പാപത്തെ സംബന്ധിച്ച എൻ്റെ വചനം, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രത്യാശയുടെ വചനം, ഐക്യത്തിലേക്കും സഹോദരത്തിലേക്കും നിരന്തരം വിളിക്കുന്ന എൻ്റെ വചനം, നിദ്രയിലാണ്ട മാനവരാശിയുടെ കരുണയാൽ എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം, സത്യം തന്നെയായ വചനം.